ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തമ്പനയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഈ ഒരു കാച്ചിയെണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കണത് എന്നുള്ളത് നോക്കാം. അപ്പോൾ എണ്ണ കാച്ചാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നോക്കാം. തെച്ചിപ്പൂവ്, ഇത് നമ്മുടെ തലമുടിയുടെ കറുപ്പിന് വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. പിന്നെ തലയൊട്ടി സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ, അതായത് ചൊറിച്ചില്, പിന്നെ ചൊറിഞ്ഞു പൊട്ടൊക്കെ ചെയ്യുമല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ നാടൻ തെച്ചി കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതായത് നമ്മുടെ വീട്ടിൽ കിണറിൻ്റെ പക്കത്തൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള തെച്ചിപ്പൂവ് എടുക്കാനായിട്ട് നോക്കാം കേട്ടോ. പിന്നെ ചെമ്പരത്തിപ്പൂവ് വേണം. അത് പൂവായാലും മൊട്ടാണെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് ചെമ്പരത്തിയുടെ ഇല കിട്ടുകയാണെങ്കിൽ അത് എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇതൊക്കെ വളരെ നല്ലതാണ്. തലമുടി നീളം വയ്ക്കാനും പിന്നെ കറക്കാനും അതുപോലെ തലമുടിക്ക് നല്ല ഷൈനിങ്ങും തോന്നാനൊക്കെയാണ് ഈ ചെമ്പരത്തിയുടെ പൂവും ഇലയൊക്കെ യൂസ് ചെയ്യണത്. പിന്നെ ആര്യവേപ്പിൻ്റെ ഇല, ഇത് നമ്മുടെ തലയിലുള്ള പ്രശ്നങ്ങൾ, ചൊറിച്ചില്, അതുപോലെ നല്ല ഉള്ളിലുള്ള മുടി ഉണ്ടാവാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ആര്യവേപ്പിൻ്റെ ഇല ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ കൃഷ്ണതുളസി അറിയാലോ, പാൻ ശല്യം, താരൻ കുറയാനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പണ്ടുള്ളവരൊക്കെ പറയാറില്ലേ, കിടക്കുമ്പോൾ തലകണ്ട മുകളിൽ ഒരു തുണി വെച്ചിട്ട് അതിൽ കൃഷ്ണതുളസി എന്തെങ്കിലും ഇട്ടിട്ട് കിടക്കാൻ. അതേ ഗുണം തന്നെയാണ് പാൻ്റെ ശല്യം, പിന്നെ അതുപോലെ താരം കുറയാനൊക്കെയാണ് ഈ തുളസി ഉപയോഗിക്കുന്നത്. പിന്നെ കറ്റാർവാഴ തലമുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തലയോടിൻ്റെ ബലത്തിന്, പിന്നെ ഈ ഷുഗറൊക്കെ ഉള്ളവർ ഇത് അതിൻ്റെ നീരെടുത്തിട്ട് ജ്യൂസാക്കിയിട്ട് കുടിക്കാറുണ്ട്, ഈ ഷുഗർ കുറയാനും ഒക്കെ വേണ്ടിയിട്ട്. പിന്നെ കാൽമുട്ട വേദനയുള്ളവർ അവരൊക്കെ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് കുടിക്കാറുണ്ട്. പിന്നെ പൊതുവായിട്ടുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും അടുക്കളയിലൊക്കെ തീയൊക്കെ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ പൊള്ളലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ കോൾഗേറ്റ് പേസ്റ്റുകളൊക്കെ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഈ കറ്റാർവാഴയുടെ ജെല്ല് യൂസ് ചെയ്യുകയാണെങ്കിൽ കുമ്പളയ്ക്കൊന്നും ചെയ്യാതെ നമുക്ക് പൊള്ളലേറ്റ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു കറ്റാർവാഴയുടെ ഈ ഒരു നീര് തേച്ച് കഴിഞ്ഞാൽ പൊള്ളയ്ക്കാതെ പെട്ടെന്ന് എണ്ണ മാറുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയും നല്ല ഗുണമുള്ളതാണ് കറ്റാർവാഴ. അപ്പോൾ ഈ കറ്റാർവാഴയും അതുപോലെ ആര്യവേപ്പിൻ്റെ മരമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇപ്പോൾ ഈ ആര്യവേപ്പിൻ്റെ ഇത് കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ശ്വസിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള ഓരോന്നും നമുക്ക് എത്രത്തോളം എടുക്കാവുന്ന അത്ര എടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നല്ല ഔഷധ ഗുണമുള്ളതാണ്. ഇതിലുള്ള ഓരോന്നും നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ കറ്റാർവാഴ നമ്മൾ ജ്യൂസ് അതിൻ്റെ ഉള്ളിലുള്ള ജെല്ലല്ലാതെ മുഴുവനായിട്ടൊന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തെച്ചിപ്പൂവിൻ്റെ ഒരു അടിവശത്തുള്ള ഒരു കടഭാഗം ഒന്ന് മാറ്റിയിട്ട് അതിൻ്റെ പൂവ് മാത്രമായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആര്യവേപ്പിൻ്റെ ഇല, അതിൻ്റെ തണ്ട് മാറ്റിയിട്ട് ഇല മാത്രമായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ആര്യവേപ്പ് യൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ സാധാരണ നമ്മൾ കറിയിലൊക്കെ ഇടുന്ന കറിവേപ്പില ഇട്ടാലും നല്ലതാണ് കേട്ടോ. അത് മുടിയുടെ കറുപ്പിന് വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇറങ്ങി കിട്ടാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ, ഇറങ്ങി കിട്ടാൻ പാകത്തിലുള്ള കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി എണ്ണ കാച്ചാനുള്ള ചീനച്ചട്ടി സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ കാച്ചാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിയിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇനി അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യാതെ നമ്മുടെ കൈ കൊണ്ട് തന്നെ അതിലെ ജാറിലുള്ള പേസ്റ്റ് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. ഈ പേസ്റ്റും അതുപോലെ വെളിച്ചെണ്ണയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിക്കാൻ വേണ്ടിയിട്ടാണ്. ശേഷം സ്റ്റവ് ഓണാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ജീരകം ചേർക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീർദോഷമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിതിൽ ചേർത്തിട്ടുള്ള കറ്റാർവാഴയൊക്കെ നല്ല തണുപ്പുണ്ടാക്കുന്നതാണ് തലയോടിന്. അപ്പോൾ നമുക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജീരകം ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റവ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ടൊന്ന് തിളച്ചിട്ട് എണ്ണ മൂക്കുന്ന സമയത്ത് ഈ ഒരു എണ്ണ തിളച്ചതിൻ്റെ സൗണ്ടൊക്കെ ഒന്ന് മാറി വരാനായിട്ട് തുടങ്ങും. ഇതപ്പോൾ കണ്ടില്ലേ, സൗണ്ടൊക്കെ ഒന്ന് മാറി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ മൂത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഈ എണ്ണയുടെ കളറൊന്ന് മാറാനായിട്ട് തുടങ്ങും. ഇപ്പോൾ നല്ല കറുത്ത എണ്ണയായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എണ്ണ നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. നല്ലൊരു മണമാട്ടോ വരുന്നത് എണ്ണ മൂത്തപ്പോൾ. മാത്രമല്ല എണ്ണ നന്നായിട്ട് മൂക്കാനായി കഴിഞ്ഞാൽ ഇതുപോലെ നല്ലോണം തിളയ്ക്കുന്നത് നിന്നിട്ട് ചെറിയ ചെറിയ കുമിളകളായിട്ടാണ് തിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ.
ഇനി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എണ്ണ ഒന്ന് പുകയാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ ഒരു സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ കാച്ചിയത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ട് നമുക്ക് കുപ്പികളിലൊക്കെ ആക്കി വയ്ക്കാം. അപ്പോൾ കുപ്പിയിലാക്കി വയ്ക്കുമ്പോൾ കുപ്പിയിലൊട്ടും വെള്ളമില്ലാതെ വേണം ആക്കി വയ്ക്കാൻ കേട്ടോ. പിന്നെ ഈ ഒരു എണ്ണ തൊട്ട് നോക്കിയാൽ അതിൻ്റെ പാകം അറിയാൻ പറ്റും കേട്ടോ. ഒരു നൂൽപ്പരുവും പോലെ ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല നമ്മൾ അരച്ച് ചേർത്തിട്ടുള്ള പേസ്റ്റ് നല്ലൊരു എന്താ പറയുക തരിതരിപ്പ് പോലെ പൊടിഞ്ഞു പോകുന്ന പോലെ ആയിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു കാച്ചിയ എണ്ണ ജെൻസിനും ലേഡീസിനും ഉപയോഗിക്കാം കേട്ടോ. ടെൻഷൻ കുറയ്ക്കാനും നല്ല ഉറക്കം കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു.